ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു വാളമീൻ കറിയായിട്ടാണ്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഒരു വാളമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതായി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി 4 അല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് ചതച്ചെടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കാം. നല്ലതുപോലെ ചതച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം കുറച്ച് കുടംപുളി നല്ലതുപോലെ കഴുകി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. അത് ചൂടായാൽ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് നമുക്കിതിലേക്ക് ചേർക്കാം. ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. പൊടി ഇടുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. നല്ല വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം നമുക്ക് ചേർക്കാം. പച്ചവെള്ളം ചേർക്കാൻ പാടില്ല, എന്നാൽ കറിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകും. ഇനി നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുടംപുളി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് വരെ വേവിക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. അതിനുശേഷം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് വരെ വേവിക്കാം. നമ്മുടെ കറി റെഡിയായി. ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.